ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു FRK ടെക് സോൺ. ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിലെ സെക്ഷൻ വ്യൂസ് എന്ന ഭാഗത്തിലെ രണ്ടാമത്തെ സെഷനാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെഷനിൽ സെക്ഷൻ വ്യൂസിൻ്റെ ബേസിക് എല്ലാം ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ഡീപ്പായി ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ നിർബന്ധമായിട്ട് കാണാം. അത് കഴിഞ്ഞിട്ട് വേണം ഈ വീഡിയോ വരാൻ. ഓക്കെ, കാരണം അതിലെല്ലാം എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് മെത്തേഡ്സ് എന്നൊക്കെ അതിലാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷം ഇത് കാണുക, എന്നാലും എനിക്ക് ക്ലിയർ ആയിട്ട് എനിക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷനിൽ എന്ന് പറഞ്ഞാൽ മുൻകാലത്ത് ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യനാണ്, സെക്ഷൻ വ്യൂവിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് ഇതിൽ ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് വീഡിയോയിലോട്ട് പോയാലോ. ഓക്കെ, നമുക്കിവിടെയാണ്, ഇതാണ് നമുക്ക് തന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ ഒരു ഒബ്ജക്റ്റ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒബ്ജക്റ്റിൽ നമുക്കിവിടെ തന്ന ക്വസ്റ്റ്യനാണ്, ഇത് കണ്ടോ, ഇതാണ് നമ്മളുടെ തന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ അത് പ്രകാരമുള്ള ഒരു 3D മോഡലാണ് ഇപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിൻ്റെ സെക്ഷണൽ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരയ്ക്കാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സെക്ഷണൽ ഫ്രണ്ട് വ്യൂ വരയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഫ്രണ്ട് വ്യൂ വരയ്ക്കുക, പിന്നീട് നമ്മൾ സെക്ഷൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ സെക്ഷണൽ ഫ്രണ്ട് വ്യൂ എന്നൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അധികം പേടിക്കാൻ ടെൻഷൻ അടിക്കാൻ വേണ്ട ആവശ്യമില്ല. ആദ്യം ഫ്രണ്ട് വ്യൂ വരയ്ക്കുക, പിന്നീട് നമ്മൾ സെക്ഷൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ സെക്ഷണൽ ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വ്യൂ തന്നെയായിരിക്കും, അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ, ആ മാറ്റങ്ങളാണ് നിങ്ങൾ അറിയേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഇതൊന്ന് വരച്ചു തുടങ്ങാം. ഓക്കെ, ഇപ്പോൾ ഫ്രണ്ട് വ്യൂ, സെക്ഷണൽ ഫ്രണ്ട് വ്യൂ വേണം, ടോപ്പ് വ്യൂ വേണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഒരു ഫിഗർ, ഈ ഒരു പ്രത്യേക മോഡൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു ഫിഗറാണ് നിങ്ങൾക്ക് സെക്ഷണൽ വ്യൂ തന്നതെങ്കിൽ ആദ്യം നിങ്ങൾ വരയ്ക്കേണ്ട ടോപ്പ് വ്യൂ ആണ്. ഓക്കെ, അപ്പോൾ ടോപ്പ് വ്യൂ വരച്ചതിന് ശേഷം ഫ്രണ്ട് വ്യൂ വരയ്ക്കുക കേട്ടോ. അപ്പം ഫ്രണ്ട് വ്യൂ വരച്ചതിന് ശേഷം ടോപ്പ് വ്യൂ വരച്ചാൽ കുഴപ്പമൊന്നുമില്ല, എന്നാലും ഈ ടോപ്പ് വ്യൂ വരച്ചിട്ട് ഫ്രണ്ട് വ്യൂ വരയ്ക്കുമ്പോൾ ഒരു സുഖമുണ്ട്. അത് എന്താണെന്നുള്ളത് ഞാൻ ആ വരയ്ക്കുന്നതിനിടയിൽ ഞാൻ പറയും കേട്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം വരയ്ക്കുന്ന ടോപ്പ് വ്യൂ ആണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ നമുക്ക് നോക്കാം. ഈ ഒബ്ജക്റ്റിൽ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഇവിടെയാണ് ഫ്രണ്ട് വ്യൂ കേട്ടോ. അപ്പോൾ ഈ 100 കാണുന്നുണ്ടല്ലോ, ആ ഒരു റേഞ്ചിൽ നോക്കുമ്പോഴാണ് ഫ്രണ്ട് വ്യൂ. ടോപ്പ് മേലുന്നു. അപ്പോൾ ഈ ഒരു ഫിഗറിൽ നമുക്ക് സൈഡ് വ്യൂ അങ്ങനെ അവർ ചോദിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഫ്രണ്ട് വ്യൂ നോക്കാം. കണ്ടോ, ഇങ്ങനെ ഇരിക്കും എൻ്റെ ഫ്രണ്ട് വ്യൂ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ മൾട്ടി വ്യൂ പ്രൊജക്ഷൻസും വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടതാണല്ലേ. അപ്പോൾ ഈ വ്യൂ എങ്ങനെയാണ് വരിക, ഫ്രണ്ട് എങ്ങനെയാണ്, സൈഡ് എങ്ങനെയാണെന്നൊക്കെ ഉള്ള ഏതാണ്ട് അസ്യൂം ചെയ്യാൻ ഇപ്പോൾ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ഫ്രണ്ട് വ്യൂ ഇങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പോൾ ഈ ഫ്രണ്ട് വ്യൂയുടെ, അതായത് ഈ ഒരു ഫ്രണ്ട് വ്യൂയുടെ സെക്ഷൻ വ്യൂ ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. ഓക്കെ, അപ്പോൾ അതവിടെ നിൽക്കട്ടെ, നമുക്ക് ഫ്രണ്ട് വ്യൂ ആദ്യം വരയ്ക്കാം. ഫ്രണ്ട് വ്യൂ വരച്ചിട്ട് സെക്ഷൻ ചെയ്യാം. അപ്പോൾ ഈ ഫ്രണ്ട് വ്യൂ വരയ്ക്കണമെങ്കിൽ നമ്മൾ ആദ്യം ടോപ്പ് വ്യൂ ഒന്ന് വരയ്ക്കട്ടോ. ടോപ്പ് വ്യൂ നമുക്ക് നോക്കാം, ടോപ്പ് എങ്ങനെയാണ് വരുന്നത് കണ്ടോ, ഇതാണ് എൻ്റെ ടോപ്പ് വ്യൂ. ഉണ്ടല്ലേ, മുകളിൽ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ആണ്, ആ വ്യൂ ആണ് ഇപ്പോൾ ഇവിടെ 2-3 സർക്കിളും ഈ അനുബന്ധമായിട്ടുള്ള ലൈൻസൊക്കെയാണ് അവിടെ വരുന്നത്. ഓക്കെ, അത് നമുക്ക് ആദ്യം ഒന്ന് വരയ്ക്കാം കേട്ടോ. ഇവിടെ അപ്പോൾ അത് ഞാൻ വരയ്ക്കാൻ വേണ്ടി ടോപ്പ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഇവിടെ ഡയമീറ്റർ 64 ഉണ്ട്, ഡയമീറ്റർ 36 ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ആദ്യം വരയ്ക്കുന്നത് കേട്ടോ. ഈ 2 സർക്കിളാണ് ഞാനിവിടെ ആദ്യം കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇവിടെ സർക്കിൾ എടുത്ത് 2 സർക്കിൾ വരച്ചു. ഡയമീറ്റർ 64 അതുപോലെ ഡയമീറ്റർ 36 സർക്കിൾസ് വരച്ചു. ഓക്കെ, നമുക്ക് ഇവിടുന്ന് ഇനി ഈ 2 സർക്കിളാണ് വരയ്ക്കുന്നത് കേട്ടോ. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന 2 സർക്കിൾ, അത് എത്രയാണ്, ഡയമീറ്റർ 42 24 ആണ്. അപ്പോൾ അതെവിടെയാണ് വരയ്ക്കേണ്ടത് കണ്ടോ, അതിനാണ് നമുക്ക് ഈ ഒരു ഡയമെൻഷൻ തന്നത് 100 mm. 2 സർക്കിളിൻ്റെയും സെൻറ്റേഴ്സ് തമ്മിൽ 100 mm ഡിഫറൻസ് ഉണ്ട് കണ്ടോ. അപ്പോൾ 100 mm ഞാൻ ആദ്യം വരയ്ക്കാം. അതിന് നമ്മളൊരു സെൻട്രൽ ലൈൻ ആദ്യം ഇവിടെ വരച്ചിട്ടേക്കാം. അപ്പോൾ സെൻട്രൽ ലൈൻ എടുത്ത് ഞാൻ 100 mm എടുത്ത് ഒരു പോയിന്റ് ഇടും കണ്ടോ. ഈ ഒരു പോയിന്റിലാണ് നെക്സ്റ്റ് 2 സർക്കിൾ വരയ്ക്കേണ്ടത്. ഒരു കാണുന്ന രീതിയിലേക്ക് ആക്കി. ഇനി ഈ 2 സർക്കിൾ ഞാൻ വരയ്ക്കാം കേട്ടോ, 24 42. ആ 2 സർക്കിൾസ് വരയ്ക്കാൻ പോകണം.
അപ്പോൾ അത് തന്ന ഡയമീറ്റേഴ്സ് ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. അത് നേരിട്ട് അങ്ങോട്ട് കോമ്പസിൽ വരച്ചാൽ മതി. ഓക്കെ. അപ്പോൾ ഈ 2-3 സർക്കിൾസും 4 സർക്കിൾ മൊത്തമായി. അതിൻ്റെ സെൻട്രൽ ലൈനായി. നമുക്ക് സെൻട്രൽ ലൈൻ തന്നെ എപ്പോഴും നീട്ടി കൊടുക്കണം കേട്ടോ. ഓക്കെ, അത് ഞാൻ നീട്ടി കൊടുക്കും. ഓക്കെ, ഇനി നമുക്ക് എന്താ ഇവിടെ ഒരു 2 ലൈന് വരച്ചാൽ മതി. ഓക്കെ, നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് ഇവിടെ ഞാനൊന്ന് കാണിച്ചത്, ഇവിടെ നിങ്ങൾക്ക് കണ്ടത് ടാൻജന്റ് എന്നുള്ളൊരു പോയിന്റിലേക്കാണ് നമ്മൾ വരിക കേട്ടോ. ടാൻജന്റ് കണ്ടോ, വലിയ സർക്കിളിൻ്റെ ടാൻജന്റ്, അല്ലാണ്ട് ഇതിൻ്റെ സെൻറ്ററിലേക്കല്ല വരിക. അപ്പോൾ ഇവിടെ നമ്മൾ സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഇതാണ് ഇതിൻ്റെ ക്വാഡ്രൻറ്റിലേക്കല്ല ഈ ലൈന് വരുന്നത്, ടാൻജന്റിലേക്കാണ് ലൈന് വരുന്നത് കേട്ടോ. അപ്പോൾ അത് ആ ഒരു പോയിന്റ് നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ടോപ്പ് വ്യൂ വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതായി. ഇനിയിപ്പോൾ ഇതിൻ്റെ നടുവിൽ 2 ലൈനുണ്ട്. ഓക്കെ, ഇവിടെ ഈ 2 ലൈന്, അതിൻ്റെ തിക്നെസ് എത്രയാണെന്ന് നമുക്ക് ഇവിടെ നോക്കാം. കണ്ടോ, 12 mm 12 ആണ്. അപ്പോൾ അതിവിടെ 12 എടുത്തിട്ട് വരയ്ക്കാം. അപ്പം ഞാനിവിടുന്ന് ഏതെങ്കിലും ഒരു പോയിന്റ് നിന്നൊരു 6 mm, ഓക്കെ, പകുതിയാണല്ലോ, 6 കുറച്ച് നീട്ടി വരച്ച്. ഇനിയിപ്പോൾ ഞാനിത് ഇവിടുത്തെ ഒരു കമാൻഡ് വെച്ചിട്ട് ഞാനിത് നീട്ടി വരയ്ക്കട്ടെ. അപ്പോൾ നിങ്ങൾ പെൻസിൽ എടുത്തിട്ട് ഈ ഒരു ലൈനിലേക്ക് മുട്ടിച്ചാൽ മതി. ഓക്കെ, ഒരു ലൈന് മുട്ടിച്ചു. അതേപോലെ താഴെ ഇങ്ങനെ നമ്മൾ മുട്ടിക്കുക. ഓക്കെ, പേര് ലൈനായി. ഇനിയിപ്പോൾ ഞാൻ ബാക്കിയൊക്കെ ഭാഗങ്ങളൊക്കെ ഒന്ന് ട്രിം ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഇപ്പോൾ നമ്മളുടെ ഇവിടെ കാണുന്നത് ടോപ്പിൽ ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു സാധനമായി അല്ലേ. ഓക്കെ, ആ 2 ലൈൻ നമ്മളിപ്പോൾ ഇവിടെ വരച്ചു കഴിഞ്ഞു. ഇനി നമുക്കിവിടെ ഒരു കീ ഹോൾഡ് കണ്ടോ, ഇവിടെ ഒരു കീ ഹോൾഡ്, ഈ കീ ഹോളാണ് ഇനി വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, ആ കീ ഹോള് ഇവിടെ നമുക്ക് ഒരു പിക്ചർ സൂം ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ 12x6 കീവേ എന്നാണ്. ഓക്കെ, 12x6 കീവേ. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ ഈ ഒരു ഭാഗം 6 ആയിരിക്കും, ഈ ഒരു ഭാഗം 12 ആയിരിക്കും. ഓക്കെ, ഇത് 12 ആണ്, ഇവിടെ 6 ആയിരിക്കും കേട്ടോ. അതാണ് എൻ്റെ കീവേ വരുന്നത്. അപ്പോൾ നമുക്ക് ആ കീവേ ഒന്ന് വരയ്ക്കാം. കീവേ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ലൈന് വരയ്ക്കുക കേട്ടോ. അതിൻ്റെ കൺസ്ട്രക്ട് ചെയ്യുന്ന മെത്തേഡ് ഞാൻ പറയാണ്. അപ്പോൾ നമുക്ക് 12 ആണല്ലോ, അപ്പോൾ ഇവിടെ നിന്ന് 6 ആണ് കണ്ടോ, ഈ ഒരു പോയിന്റിൽ നിന്ന് 6 ആണ് വരിക. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ 6 എടുത്ത് വരച്ചു. ഓക്കെ, ഇപ്പോൾ 6 എനിക്ക് അതിൻ്റെ ഈ ലെങ്ത് കിട്ടി, ഇവിടുത്തെ 6 എനിക്ക് കിട്ടി. ഇനി മുകളിലേക്കും താഴേക്കും 6 എടുത്ത്, ഇവിടുന്ന് മുകളിലേക്ക് 6ഉം താഴേക്ക് 6 എടുത്താൽ ടോട്ടൽ 12 കിട്ടി അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുകളിലേക്ക് 6, താഴേക്ക് 6. ഓക്കെ, ഇനി ജോയിൻ ചെയ്താൽ മതി, ഇങ്ങോട്ടേക്ക് നീട്ടി വരച്ചാൽ മതി. ബാക്കി നമ്മൾ മായ്ച്ചു കളയാം. ഓക്കെ, കീവേ ആകുമ്പോൾ ഇവിടെ ഈ ഒരു ഭാഗം കാണൂല. അപ്പോൾ നമ്മുടെ ടോപ്പ് എവിടെ കിട്ടി കണ്ടില്ലേ. അപ്പോൾ ടോപ്പ് വരയ്ക്കേണ്ടത് ഏതാണ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ. ഇപ്പോൾ ഡയമെൻഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് തന്ന ഫിഗറിലുണ്ട്. പിന്നെ നമ്മൾ ഓരോ സർക്കിൾ വരച്ചിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് വ്യൂ കിട്ടി. ഇനിയാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് വ്യൂ വരയ്ക്കുമ്പോൾ ഇവിടെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ടാൻജൻറ്റ് വന്ന് മുട്ടുന്ന ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ഈ ഒരു പോയിന്റ് കണ്ടോ,
ഈ ഒരു പോയിന്റ് നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ കിട്ടില്ല. ഈ ഒരു പോയിന്റ് അത് ടോപ്പ് വ്യൂവിൽ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ടോപ്പ് വ്യൂ വരച്ചത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വരയ്ക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്കിനി ഫ്രണ്ട് വ്യൂ വരയ്ക്കാം. ഓക്കെ, ഇപ്പോൾ ഫ്രണ്ട് വ്യൂ വരയ്ക്കുമ്പോൾ നമ്മൾ എന്താക്കണം, മേലേക്കാണ് പ്രൊജക്റ്റ് ചെയ്യേണ്ടത് അല്ലേ. കാരണം ഫ്രണ്ട് വ്യൂവിൻ്റെ താഴെയാണ് ടോപ്പ് വ്യൂ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം വരച്ചേക്കുന്നത് ടോപ്പ് വ്യൂ ആയതുകൊണ്ട് പ്രൊജക്ഷൻ ലൈൻസൊക്കെ മേലേക്ക് വരയ്ക്കാം. എല്ലാ പോയിന്റിൽ നിന്നും പ്രൊജക്ഷൻ ലൈൻ വരയ്ക്കാം. നമുക്ക് ഇവിടുന്ന് ഒരു പോയിന്റ് ഉണ്ടല്ലേ, ഈ ഒരു ടച്ച് ചെയ്യുന്ന വേണ്ട, ടച്ച് ചെയ്യുന്ന പോയിന്റിൽ നിന്നും പ്രൊജക്ഷൻ ലൈൻ വരയ്ക്കാം. ഈ കീ വേണ്ടത് വരയ്ക്കാം കേട്ടോ. അതുപോലെ ഇവിടെ ടച്ച് ചെയ്യുന്ന കണ്ടോ, ഈ ടച്ച് ചെയ്യുന്ന ലൈൻ കണ്ടോ, അത് നമുക്ക് ആ ഒരു ടോപ്പിൽ മാത്രമേ കിട്ടുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം എല്ലാ പോയിന്റും ഞാൻ വരച്ചു. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ എങ്ങനെയെന്ന് നോക്കാം. നമ്മളിവിടുന്ന് ഫ്രണ്ട് വ്യൂയിലേക്ക് കൊണ്ടുവന്നു കണ്ടോ. അപ്പോൾ താഴെ ഒരു ഫുൾ ഒറ്റ ലൈനായിട്ടല്ലേ കാണാം അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഫിഗറിൽ താഴത്തെ മൊത്തം ലൈനായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് വ്യൂ ആണ് ആദ്യം വരയ്ക്കുന്നതെങ്കിൽ ഈ 100 പിന്നെ ഇതിൻ്റെ റേഡിയസ് 42ൻ്റെ റേഡിയസ് 21, പിന്നെ അങ്ങോട്ട് 64 റേഡിയസ് 32 ഒക്കെ കൂട്ടിയിട്ട് വേണം വരയ്ക്കാൻ. ഇപ്പോൾ നമുക്ക് ആ ടോപ്പ് വരച്ചതിനെ കൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് പ്രൊജക്ഷൻ ലൈൻ ഇവിടെ ഉണ്ട്, നേരെ മുട്ടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അതാണ് ആദ്യം ഈ ടോപ്പ് വരയ്ക്കാൻ പറഞ്ഞത് കേട്ടോ. കണ്ടോ, ഫുള്ളായി മുട്ടിച്ചു. നമ്മൾ കൂട്ടാനും കുറയ്ക്കാൻ നിൽക്കുന്നില്ല, ആ എൻ്റെ ടു എൻ്റെ കൊണ്ട് മുട്ടിച്ചാൽ മതി. ഇനി നോക്കാം, ഇവിടെ ചെറിയൊരു ലൈൻ ഉണ്ട് അല്ലേ. ഈ ലൈൻ എത്രയാണ്, അത് നമുക്ക് ഇവിടെ വരുന്നുണ്ട് കണ്ടോ, ഇവിടെ 24. ഓക്കെ, ഈ 24 ആണ് അവിടുത്തെ എടുത്ത്, ഇവിടെ നിന്ന് 24. കിട്ടി. ഇനി നേരെ എവിടെ വരെ മുട്ടിക്കണം, ഇതുവരെ മുട്ടിച്ചാൽ മതി. കണ്ടോ, അതെന്താണ്, ഇതിൻ്റെ സർക്കിൾ എൻ്റെ ഇവിടെയാണല്ലേ. കണ്ടോ, സർക്കിൾ എൻ്റെ ഇവിടെ അല്ലേ. അപ്പോൾ അത് ഈ സർക്കിൾ എൻ്റെ എൻഡിലേക്ക് ഇവിടെ മുട്ടിക്കുക. കണ്ടില്ലേ, വീണ്ടും കൊണ്ടൊന്ന് ഫ്രണ്ട് വ്യൂയിലേക്ക് കൊണ്ടുപോകാം. ഓക്കെ, അത് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഈ എൻഡിൽ നിന്ന് വരച്ചു തുടങ്ങാം. ഈ എൻഡിൽ ഇവിടെ 36 കണ്ടോ, 36 അതാണ് ഉയരം. ഓക്കെ, കണ്ടോ, ഇവിടെ ഉയരം 36ആണ്, ഇവിടെ 24ആണ്. കണ്ടോ, അതാണ് ആ വ്യത്യാസം. ഒന്ന് ചെറുതും ഒന്ന് വലുതും അല്ലേ. അപ്പോൾ ഇവിടെ 36ആണ്, ഇവിടെ 24ആണ്. ഓക്കെ, അപ്പം നമ്മൾ 36 വരയ്ക്കാം. വരച്ച് നേരെ ഇവിടെ കൊണ്ടുപോയി മുട്ടിച്ച് കണ്ടില്ല. ഇനി ഇവിടെ ചേർക്കാം. അതെ, ഇനി എന്താണ് നമുക്കിവിടെ, നമുക്കിവിടെ ഒരു ലൈന് പോകുന്നുണ്ടല്ലേ അല്ലേ. അപ്പോൾ ആ ലൈൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഏതാണ് കണ്ടോ, ഇവിടെ വരുന്ന ഈ ഒരു ഇൻക്ലൈൻഡ് ലൈൻ ഉണ്ടോ, ഈ ഇൻക്ലൈൻഡ് ലൈനാണ് നമുക്കവിടെ എന്തായി കാണുന്നത്, സ്ട്രെയിറ്റ് ആയിട്ട് കാണുന്നത് അല്ലേ. അപ്പോൾ ഇതാണ് ഇൻക്ലൈൻഡ് ലൈന് അല്ലേ. അപ്പം ഞാൻ കാണിച്ച ഈ ഒരു ലൈൻ ഇതാണ് നമ്മളുടെ ഇൻക്ലൈൻ ലൈന്. അതിൻ്റെ പ്രൊജക്ഷൻ എവിടെയുള്ളത് കണ്ടില്ലേ, ഇവിടെയുള്ളത്. ഓക്കെ, ഒന്ന് ഇവിടെയും ഒന്ന് ഇവിടെയാണ്, മനസ്സിലായില്ലേ. അപ്പോൾ ആ പോയിന്റ് നമുക്ക് ടോപ്പ് ചെയ്ത് മാത്രമേ കിട്ടുള്ളൂ. ഇനി നമുക്ക് അതിൻ്റെ ഈ ഒരു ഹൈറ്റ് എത്രയാണെന്നുള്ളത് അറിഞ്ഞാൽ മതി. ഈ ഹൈറ്റ് എത്രയാണ് ഇവിടെ ഉണ്ട് കണ്ടോ, 12 mm. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താക്കി, ഇതിൻ്റെ ഒരു പ്രൊജക്ഷൻ ലൈനിന് ഇവിടുന്ന് ഒരു 12 mm മുകളിലേക്ക് എടുക്കാം. 12 ആ നേരെ എവിടേക്ക് മുട്ടിക്കണ്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ നമുക്ക് എന്താ ആ ലൈൻ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ഈ എൻഡ് ഉണ്ടോ, ഈ എൻഡിൽ നമുക്ക് ഈ ലൈന് കാണുന്നുണ്ട് അല്ലേ. അത് എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് ഈ സോഫ്റ്റ്വെയറിൽ ജനറേറ്റ് ചെയ്യുന്ന ലൈനാണിത്. ഓക്കെ, അത് ശരിക്കും നമുക്ക് ഇവിടെ ഈ ഒരു ഫിഗറിൽ പോയി നോക്കിയാൽ അങ്ങനത്തെ ലൈൻ ഇല്ല കണ്ടോ.
നമുക്ക് അങ്ങനത്തെ ഒരു ലൈൻ ഇല്ല. അത് ഈ ഫിഗറിൽ ഈ ഒരു സോഫ്റ്റ്വെയർ, അതായത് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്, മുകളിൽ കണ്ടില്ലേ ക്രിയോ പാരാമെട്രിക് എന്ന് പറഞ്ഞാൽ, അതൊരു സോഫ്റ്റ്വെയറിൽ ജനറേറ്റ് ചെയ്യുന്ന ലൈനാണ്. ശരിക്കും ആ ലൈനില്ല. അപ്പോൾ അത് നമുക്ക് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ഫിഗറാണല്ലോ വരിക. എന്താ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ കാണിക്കുന്നത് ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ഫിഗർ. അവിടെ ലൈൻ ഉണ്ടോ? ആ ലൈൻ ഇല്ല. അപ്പോൾ നമ്മളത് വരയ്ക്കേണ്ട ആവശ്യമില്ല അവിടെ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഫ്രണ്ട് വ്യൂ ലൈൻ വരയ്ക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ടോപ്പ് വ്യൂ, ഫ്രണ്ട് വ്യൂ നമുക്കിവിടെ വരച്ചു കഴിഞ്ഞു അല്ലേ? ഫ്രണ്ട് വ്യൂ നമ്മൾ വരച്ചു കഴിഞ്ഞു. പക്ഷേ ഫ്രണ്ട് വ്യൂവിൽ നമ്മൾ കാണാത്ത 2-3 കാര്യങ്ങളുണ്ട്. എന്താണ് അത്? ഇവിടെ 2 ഹോളുണ്ട്, കണ്ടോ? ഇവിടെ ഒരു ഹോളുണ്ട്, ഇവിടെ ഒരു ഹോളുണ്ട്, അതുകൂടാതെ ഇവിടെ ഒരു കീവേ ഉണ്ട്, കണ്ടോ? ഈ കീവേ, ഈ 3 സാധനം നമ്മൾ കാണുന്നില്ല. അപ്പോൾ അത് നമ്മളിവിടെ ഡിനോട്ട് ചെയ്യണ്ടേ അല്ലേ? അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഹോൾ കണ്ടോ, ഈ ചെറിയ ഹോളാണ് നമുക്ക് കാണാത്തത്. അപ്പോൾ അതിൻ്റെ നേരെ പ്രൊജക്ഷനിൽ നമ്മൾ എന്താക്കുക? ഡോട്ടഡ് ലൈൻ മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഡോട്ടഡ് ലൈൻ മാർക്ക് ചെയ്യാൻ പോവാണ്. ഇവിടെ ഒരു ഡോട്ടഡ് ലൈൻ മാർക്ക് ചെയ്തു, അതുപോലെ ഇവിടെ ഒരു ഡോട്ടഡ് ലൈൻ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി അതുപോലെ എവിടെ ഉണ്ടാവും? ഇവിടെ ഒരു വലിയ ഹോളില്ലേ? ആ വലിയ ഹോളിൻ്റെ 2 അറ്റാണ്, ഒന്ന് ഇതും ഒന്ന് ഈ ഒരു ലൈൻ. ഓക്കെ, അതുപോലെ ഇവിടെ ഈ ലൈന്. അപ്പോൾ ഞാനിപ്പോൾ നേരത്തെ ചെയ്ത പോലെ ആ 2 ഹോളിൻ്റെ അവിടെ ഡോട്ടഡ് ലൈൻ മാർക്ക് ചെയ്തു. ഡോട്ടഡ് ലൈൻ ആയിട്ടില്ല, ഞാൻ ഇവിടെ ഇപ്പോൾ റെഡി ആവും കേട്ടോ. ഈ ഒരു വരച്ച് കഴിഞ്ഞാൽ റെഡി ആവുള്ളൂ. ഓക്കെ, അത് ഞാൻ അത്രയും ഞാൻ വരച്ചു. ഇനി ഡോട്ടഡ് ലൈനുകൾ കാണാൻ വേണ്ടിയിട്ട് അതൊന്ന് റെഡിയാക്കാൻ പോകണം. ഡോട്ടഡ് ലൈൻ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് റെഡിയാക്കണം. ഇപ്പം ഞാൻ ഡോട്ടഡ് ലൈൻ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഈ ഇവിടെ അതുപോലെ ഈ കീവേ കണ്ടോ? ഈ കീവേ നമ്മൾ നോക്കേണ്ടത് കണ്ടോ? ഈ കീവേയിൽ നമുക്ക് ഇവിടെ ലൈൻ ഉണ്ട് അല്ലേ? ഈ ഒരു ലൈൻ നമുക്ക് ഫ്രണ്ട് നോക്കിയാൽ കാണുന്നുണ്ടോ? ഇല്ല, കണ്ടോ? ഇവിടെ നിന്ന് ഇങ്ങനെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ നമുക്ക് ഈ എഡ്ജിൽ കൂടെ പോകുന്ന ലൈന് കാണുന്നില്ല, കണ്ടോ? അതായത് ഈ എഡ്ജിൽ പോകുന്ന ലൈന് കാണുന്നില്ല. അപ്പോൾ അവിടെ നമുക്കൊരു ഡോട്ടഡ് ലൈൻ ആവശ്യമാണ്. അപ്പം അതിന് വേണ്ടി ഞാൻ അവിടെ ഒരു ഡോട്ടഡ് ലൈൻ വരച്ചു. ഓക്കെ, ഞാനിതൊന്ന് ഡോട്ടഡ് ആക്കാം കേട്ടോ. നിങ്ങൾ പെൻസിൽ വെച്ചിട്ട് വരയ്ക്കാനേ ഉള്ളൂ, അത് ഒറ്റയടിക്കാനും ഡോട്ടഡ് ആവും. എൻ്റെ ഈ സോഫ്റ്റ്വെയറിൽ ആദ്യം ഒരു ലൈന് വരച്ചിട്ട് പിന്നെ വേണം ഡോട്ടഡ് ആക്കാൻ, അതുകൊണ്ടാണ് ആ ഒരു ഡിലേ കേട്ടോ. ഇനി ഞാൻ കംപ്ലീറ്റ് പ്രൊജക്ഷൻ ലൈനോട് കളഞ്ഞു കഴിഞ്ഞാൽ സംഭവം ക്ലീനായി. ഇതാണ് നമ്മളുടെ ഫ്രണ്ട് വ്യൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ലൈന് കണ്ടോ? നിങ്ങളിവിടെ കണ്ടോ? ഈ ലൈൻ ഉണ്ടാവില്ല. ഓക്കെ, ഈ ലൈന് അറിയേണ്ട വരച്ചു. ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇങ്ങനെയാണ് നമ്മളുടെ ഫ്രണ്ട് വ്യൂ ഉണ്ടാവുക. മനസ്സിലായോ? ഈ ഉള്ളിൽ 2 ഹോൾ, ആ ഉള്ളിൽ 2 ഹോളാണ് ഇവിടെ ഡോട്ടഡ് ആക്കിയത്. ഓക്കെ, ഇനി ഇവിടെ മൂന്നാമതൊരു ലൈന് കാണുന്നുണ്ട്. ആ ഡോട്ടഡ് പറഞ്ഞാൽ ഈ കീവേൻ്റെ ഡോട്ടഡ് ആണ്. ഓക്കെ, ഇവിടെ നോക്കുക, കണ്ടോ? ഈ ലെഫ്റ്റ് സൈഡിൽ കൂടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് കീവേ, കണ്ടോ? ആ കീവേൻ്റെ അറ്റത്തുള്ള ലൈനാണ് ഇവിടെ വരച്ചത്. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മളെ എന്താണ് ഫ്രണ്ട് വ്യൂ ആണ്. ഇനി ഇതിൻ്റെ സെക്ഷൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ സെക്ഷൻ എങ്ങനെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, സെക്ഷൻ ചെയ്യാൻ വേണ്ടി സോഫ്റ്റ്വെയറിൽ ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടോ. നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇപ്പം ഞാൻ ഇതിനൊന്ന് കട്ട് ചെയ്യാൻ പോവാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇത് മനസ്സിലാവും. അപ്പോൾ ഇവിടെ നമ്മൾ കട്ടിങ് സ്റ്റാർട്ട് ചെയ്തു.
കണ്ടോ, ഇതാണ് കട്ടിങ് വരുന്നത് കണ്ടോ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെയാണ് കട്ടിങ് കൂടുക. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ സെക്ഷണൽ ഫ്രണ്ട് വ്യൂവിൽ നിങ്ങൾ നോക്കുക കണ്ടോ, ഫ്രണ്ടാണ്. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ അവിടെ പകുതിക്കൽ വെച്ചിട്ടാണ് കട്ടിങ് കൂടുന്നത്. അപ്പോൾ ഈ ഒരു ലൈനിൽ കൂടിയാണ് കട്ടിങ് കൂടുന്നത്. ആ ലൈനാണ് ഇപ്പോൾ ഞാൻ വരച്ചിട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് വ്യൂ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഫ്രണ്ട് വ്യൂ ഈ ഒരു ഡയറക്ഷനിലാണ് വരുന്നത് ഫ്രണ്ട് വ്യൂ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ അതിൻ്റെ പകുതിക്കൽ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ പോകണം കണ്ടോ. ഓക്കെ, ഇതാണ് സംഭവം, മനസ്സിലായോ? ഇങ്ങനെയാണ് കട്ടിങ് വരുന്നത്. സോ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കാണുന്ന അതേ ഫ്രണ്ട് വ്യൂ തന്നെയാണ് ഇവിടെ വരിക കണ്ടോ, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മളിവിടെ വരച്ച ഫ്രണ്ട് വ്യൂ തന്നെയാണ് വരുന്നത് കണ്ടില്ലേ, അതേ സംഗതി തന്നെയാണ്. നമുക്ക് നേരത്തെ കട്ട് ചെയ്യുന്നതിന് മുൻപ് ഇവിടെ നമുക്ക് എന്ത് കണ്ടില്ല, ഈ ഡോട്ടഡ് ലൈൻ ഉള്ളിലുള്ള ഹോളും കീവേയും കണ്ടില്ലായിരുന്നു. പക്ഷെ അത് കട്ട് ചെയ്ത് വന്നപ്പോൾ കണ്ടോ, ആ ഹോളിൻ്റെ രണ്ടറ്റം കണ്ടോ, ഇവിടുത്തെ രണ്ടറ്റം ഇവിടെ കണ്ടു. ഓക്കെ, അതുപോലെ കട്ട് ചെയ്ത് വന്നപ്പോൾ ഇവിടുത്തെ കീവേ കണ്ടു, കണ്ടില്ലേ? അതേപോലെ ഈ ഹോളിൻ്റെ രണ്ടറ്റം കണ്ടു. ഓക്കെ, സോ നമുക്ക് കാണാതിരുന്നപ്പോഴാണ് ഡോട്ടഡ് ലൈൻ ആക്കിയത്. ഇനി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം, സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടാക്കാം അല്ലേ. അപ്പോൾ നമ്മൾ എന്താക്കാം, ഈ ഫ്രണ്ട് വ്യൂ വരച്ചതിന് ശേഷം ഡോട്ടഡൊക്കെ സ്ട്രെയിറ്റ് ആക്കുന്നു കണ്ടോ. ഇത്രയേ ഉള്ളൂ സംഭവം. ഏതൊക്കെ ഡോട്ടറാണോ നമുക്ക് കാണാൻ പറ്റുന്നത് അതൊക്കെ നമ്മൾ സ്ട്രെയിറ്റ് ആക്കി. സ്ട്രെയിറ്റ് ആക്കി. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ആ ബ്ലേഡ് പോയ വഴിയാണ് ഇപ്പോൾ യെല്ലോ കളറിൽ കാണുന്നത് അല്ലേ. ബ്ലേഡ് പോയ വഴി എന്താവണം, യെല്ലോ കളറിൽ. അതാണ് നമ്മൾ ഹാച്ച് ചെയ്യേണ്ടത്. ഓക്കെ, പക്ഷേ ഹാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റ്, അതാണ് ഞാൻ പറഞ്ഞ ഒബ്ജക്റ്റിനെ ശ്രദ്ധിക്കണം. ഈ ഒബ്ജക്റ്റിൽ ഈ നടുവിൽ വരുന്ന ഈ ഇൻക്ലൈൻ ആയിട്ടുള്ള സാധനം ഉണ്ടല്ലോ അല്ലേ, അതിനാണ് നമ്മൾ റിബ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇൻക്ലൈൻ ആയിട്ട് വരുന്ന സാധനത്തിനാണ് നമ്മൾ റിബ് എന്ന് പറയുന്നത്. അപ്പോൾ റിബ് എന്ന് പറഞ്ഞ സംഗതി അവിടെ വരികയാണെങ്കിൽ, റിബ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ അവിടെ വരികയാണെങ്കിൽ അതിനെ നമ്മൾ ഹാച്ച് ചെയ്യരുത്, അതിന് നമ്മൾ ഹാച്ച് ഒന്ന് ഒഴിവാക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു റിബ് വരുന്ന ഈ ഒരു പോർഷൻ നമ്മൾ ഹാച്ച് ഒന്ന് ഒഴിവാക്കണം. ആക്ച്വലി അതിലൂടെ ബ്ലേഡ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും റിബ് എന്ന് പറഞ്ഞൊരു എലിമെൻറ്റ് വരികയാണെങ്കിൽ അതെപ്പോഴും സെക്ഷണൽ വ്യൂസിൻ്റെ ആ ഒരു ക്വസ്റ്റ്യനിലാണ് ഈ റിബ് വരിക കേട്ടോ. അങ്ങനെ ഒരു റിബ് വരികയാണെങ്കിൽ നമ്മൾ എന്താക്കണം, അതിനെ നമ്മൾ ഹാച്ചിൽ നിന്നും ഒഴിവാക്കിയിട്ട് വേണം വരയ്ക്കാൻ. അപ്പോൾ ഞാൻ അതിനെ ഹാച്ചിൽ നിന്ന് ഒഴിവാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ നമുക്ക് ഈ ഒരു ലൈൻ ഇവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ മുറിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലൈൻ ഇവിടെ കാണുന്നുണ്ട്, ഞാൻ കാണിച്ചുതരാം. ഇവിടെ ഫ്രണ്ട് വ്യൂവിൽ നമുക്ക് ഈ ഒരു ലൈൻ ഇവിടെ കാണുന്നുണ്ട്. ആ ലൈനാണ് ഇപ്പോൾ ഞാൻ ഇവിടെ വരച്ചത്. പക്ഷെ അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതൊരു ലൈന് കാണൂല അല്ലേ. അപ്പോൾ നമുക്ക് റിബിന്ന് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ എന്താക്കി, ഇവിടെ ഒരു ലൈൻ ഇങ്ങനെ വരച്ചു. ഇതാണ് നമ്മുടെ റിബ് അല്ലേ. അതുപോലെ ഇവിടെ ഒരു ലൈൻ ഇങ്ങനെ വരച്ചു. ഓക്കെ, എന്നിട്ട് ബാക്കി ആ ലൈൻ നമ്മൾ എന്താക്കുക, കട്ട് ചെയ്യാണ് ചെയ്യുക. കണ്ടോ? ഓക്കെ, ഇപ്പം ഞാൻ ആ റിബിന് ഒഴിവാക്കിക്കണ്ട. അപ്പോൾ ഇതാണ് എൻ്റെ റിബ് എന്ന് പറയുന്നത്. ആ റിബിന് എനിക്ക് സെക്ഷനിൽ നിന്ന് ഒഴിവാക്കണം. ഓക്കെ, ഇനി എനിക്ക് ഹാച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ ഹാച്ച് ചെയ്യുമ്പം ഉള്ളിലുള്ള ഹോള് കണ്ടോ, ഈ ഹോള് കീവേ, അതിലൂടെ ബ്ലേഡ് പോകുന്നില്ല അല്ലേ, കണ്ടോ, അതിലൂടെ ബ്ലേഡ് പാസ് ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ നമുക്ക് ഒഴിവാക്കിയിട്ട് വേണം ഹാച്ച് ചെയ്യാൻ, കണ്ടില്ലേ, അത് ഒഴിവാക്കിയിട്ട് വേണം ഹാച്ച് ചെയ്യാൻ. അപ്പോൾ ഞാനിവിടെ ഹാച്ചിൽ പോയി. അപ്പോൾ നിങ്ങൾ അത് മിനി ഡ്രാഫ്റ്റർ 45 ഡിഗ്രി ചെരിച്ചിട്ടാണ് നമ്മൾ വരയ്ക്കേണ്ടത് കേട്ടോ. ഈ രീതിയിലാണ് ഹാച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊന്നും കൂടെ ഹാച്ച് എവിടേക്കാണ് നമ്മൾ ഹാച്ച് ചെയ്യേണ്ടത് നോക്കാം.
ഹാച്ച് എടുത്തിട്ട് പോയിന്റ്സ് എടുക്കുക. പോയിന്റ്സ് എടുത്ത് ഉണ്ടോ ഇവിടെ 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 ഉണ്ടാവില്ല, ഇത് കീവേ ആണ് കണ്ടോ. ഈ കീവേയിൽ ബ്ലേഡ് പാസ് ചെയ്യുന്നില്ല, അവിടെ വേണ്ട. പിന്നെ ഇവിടെ ഒരു ഹോളാണ്, ആ ഹോളിലും ബ്ലേഡ് പാസ് ചെയ്യുന്നില്ല, ബാക്കിയുള്ളത് ഇവിടെ കണ്ടോ. അപ്പോൾ അതിൻ്റെ സെക്ഷണൽ വ്യൂ ആയി. ഓക്കെ, അതിലേശം കൂടെ ഒന്ന് നമുക്ക് സ്പേസിങ് വിട്ടിട്ട് വേണമെങ്കിൽ വരയ്ക്കാം. ഓക്കെ, ഇങ്ങനെയാണ് അതിൻ്റെ സെക്ഷണൽ വ്യൂ ഉണ്ടാവുന്നത്. മനസ്സിലായോ? ഈ ഒരു ഫ്രണ്ട് വ്യൂ ആണെങ്കിൽ നമുക്ക് ഇത്രയുള്ളതിൻ്റെ കാര്യം നമ്മൾ ആദ്യം എന്താക്കുക, ഫ്രണ്ട് എങ്ങനെയുണ്ട് നോക്കുക. ഫ്രണ്ട് നമ്മൾ വരയ്ക്കുക, ഫുൾ വരയ്ക്കുക. അത് വരച്ചതിന് ശേഷം നമ്മൾ സെക്ഷൻ ചെയ്യുമ്പോൾ കണ്ടോ ഏതൊക്കെ ഭാഗമാണ് ഡോട്ട് ചെയ്തത് ആ ഡോട്ട് ഒഴിവാക്കിയിട്ട് സ്ട്രെയിറ്റ് ലൈൻ ആക്കിയിട്ട് ഹാച്ച് ചെയ്താൽ മതി. ബാക്കിയുള്ള ഭാഗം ഹാച്ച് ചെയ്യുക. അപ്പോൾ ഹാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് റിബ് എന്ന് പറഞ്ഞൊരു കമ്പോണൻറ്റ്, ഇതാണ് റിബ്. ഓക്കെ, റിബ് എന്ന് പറഞ്ഞ കമ്പോണൻറ്റ് വരികയാണെങ്കിൽ ഇതേപോലെ റിബിനെ ഒഴിവാക്കിയിട്ട് വേണം ഹാച്ച് ചെയ്യാൻ. റിബിനെ നമ്മൾ ഹാച്ച് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ എങ്ങനെയാണ് സെക്ഷൻ ചെയ്യുന്നുള്ളത് മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത സെക്ഷണൽ വ്യൂവിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വരാം. ഓക്കെ, സോ താങ്ക് യു.